അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. ആകെ മൊത്തം പ്രശ്നമാണ് ഗൈസ്. അതെന്താണോ താനൊരു അർത്ഥം വെച്ച് സംസാരിക്കണേ? കംപ്ലൈനിങ് സ്റ്റാർ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. ഈ ഇരിക്കുന്ന മുതലേ പച്ച വീട്ടിൽ പ്രശ്നേഷ് എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പൊ പ്രശ്നം ഗുരുതരമാണ്. ഇപ്രാവശ്യത്തെ വിഷയം വീട്ടിലാണ്. എന്നാലും ഞങ്ങൾക്ക് അത്ര വിശ്വാസം പോരാ. വേണ്ട, നീ വിശ്വസിക്കണ്ട. ഇൻസ്റ്റാഗ്രാമിനകത്ത് എന്താണെങ്കിലും BGM ഒക്കെ ഇട്ട് സെറ്റാക്കി ആ ഒരു സെന്റിമെന്റൽ സാധനത്തിനാണ് ഇട്ടിട്ടുള്ളത്. കുറച്ച് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഇവന്റെ അമ്മയും പെങ്ങളെയും വന്ന് ചെളി വാരി അടിക്കുന്നുണ്ടായിരുന്നു. സ്വന്തം അമ്മയ്ക്കും പെങ്ങൾക്കും അടക്കം മോശം അനുഭവമാണ് ഈ പച്ച വീട്ടിൽ കൊണേഷനിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഷാജി എന്ത് പറഞ്ഞു? 7.5 മാസത്തിൽ ചവിട്ടി പ്രസവിപ്പിച്ച് അച്ഛനോട് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛൻ പുറത്ത് പൈസയും കൊടുത്തിട്ട് ആളെ വെച്ചിട്ട് നടക്കാഞ്ഞ കാര്യങ്ങളാണ് കഴിഞ്ഞൊരു രാത്രി കൊണ്ട് ഫ്രീ ആയിട്ട് എന്റെ അമ്മ ചെയ്ത് കാണിച്ചത്. അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ ഇവൻ പൊട്ടനാണ് മുതലാളി? അനിയത്തി ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കൂടെ ഗ്രീൻ ഹൗസിൽ വരുന്നെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, നീ വരുന്നെങ്കിൽ വന്നു. ഇതിനകത്തുനിന്ന് ഞാൻ സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ പ്രോപ്പർ ആയിട്ട് തന്നെ സെറ്റ് ചെയ്തു. ആരുടെ പിണ്ടമയ്ക്കാണ് നിന്നെ പിന്നെ കെട്ടിയെടുത്തേ? പഠിക്കാനും പോകാണ്ട് പണിയെടുക്കാണ്ട് വീട്ടിൽ കുത്തിയിരുന്ന അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഉള്ള ബോയ്സിനെ ഫോൺ വിളിച്ചിരുന്ന അനിയത്തിയെടുക്ക് ഞാൻ പറഞ്ഞു, എടി ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല, നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തോ, പക്ഷെ അതിന്റെ കൂട്ടത്തിൽ നിന്റെ കാലിൽ നിന്നിട്ട് വേണം നീ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. അതായത് സ്വന്തം കാലിൽ നിൽക്കാൻ ആദ്യം പഠിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പോകില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ അനിയത്തിയെ കണ്ടുകൂടാത്തവനായി, ഞാനിപ്പോൾ അമ്മയെ കണ്ടുകൂടാത്തവനായി, അതുപോലെ അമ്മയ്ക്ക് ഞാൻ പ്രശ്നേഷായി, ഞാൻ എൻ്റെ ഭാര്യയെ കല്യാണം കഴിച്ചോടുകൂടി മാറിപ്പോയി. അപ്പൊ ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. പക്ഷെ അമ്മയെടുക്കൽ എനിക്കൊരു ഇമോഷണൽ കണക്ഷൻ കൂടുതലായതുകൊണ്ട് കഴിഞ്ഞ ദിവസം അമ്മയും അനിയത്തിയും കൂടെ എന്നെ വീട്ടിലോട്ട് വിളിച്ചിട്ട് അവിടുന്ന് ആളെയൊക്കെ ഒച്ച വെച്ച് കൂട്ടി, അങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ഗുണ്ടന്മാരും ഗുണ്ടികളൊക്കെ കൂടെ നല്ല രീതിയിൽ ഞങ്ങളെ കയ്യേറ്റം ചെയ്ത് വണ്ടിയൊക്കെ അടിച്ചു പൊളിക്കാനൊക്കെ നോക്കി. അങ്ങനെ സത്യം പറഞ്ഞാൽ ഇപ്പം വീട്ടിലോട്ടൊന്ന് കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. എനിക്കിപ്പോൾ വീടുമില്ല, കൂടുമില്ല, സ്വന്തക്കാരും ബന്ധുക്കാരും ആരുമില്ല. ഇവനേതാ എന്റെ സുഹൃത്താണ്, ഇവൻ ആദ്യം പിടിച്ച് പുറത്താക്കെ. ഇവനെ കണ്ടപ്പോഴേ എനിക്ക് അലർജി അറിയാതെ. അവിടെ നടന്ന വഴക്കിന്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ട്, രണ്ടും ഞാൻ ഒന്ന് കാണിക്കാം. ആദ്യം വഴക്ക് കാണാം. ഞാൻ പറയുന്നത്, നിങ്ങൾ ഇപ്പൊ പറഞ്ഞല്ലോ, ചേച്ചി പറഞ്ഞല്ലോ ഒരാളെയും കൂടെ ഇടപെടുത്തണം. അപ്പൊ എല്ലാരെയും കൂടെ ഇടപെടുത്തുവാണ്. ഒരു ദിവസം വന്ന് എനിക്ക് അത്യാവശ്യമായിട്ട് എടുക്കാൻ വീഡിയോ എടുത്താ രാത്രി ഒന്ന് വീട്ടിൽ ഉണ്ടാക്കിയിട്ട് പട്ടി ഷോ കാണിക്കുന്നുണ്ടല്ലോ ഇവനും ഇവന്റെ വൈഫും. ഇങ്ങോട്ട് വന്നേ നീ, എന്നിട്ട് ഇങ്ങോട്ട് നിന്നേ നീ. മോനെ, നീ ഇവിടെ ഒന്നും ജനിക്കേണ്ടവനല്ല. പിന്നെ നീ ജനിക്കേണ്ടവനേ അല്ല. അതെന്താ? ഞാൻ പോകുന്നു. ബൈ ബൈ.